ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരുത്തരും സ്വന്തമായിട്ട് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് വെക്കുക. ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ദിവസം കഴിയുന്തോറും നിങ്ങൾ ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. റിസപ്ഷനിസ്റ്റ്, ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂമെ ടുഡേ ഇറ്റ് സെൽഫ്. ആദ്യത്തെ റെസ്യൂം ഇവിടെ വരുന്നത് വെർബായിട്ടാണ്. ആദ്യത്തെ റെസ്യൂം വരുന്നത് എന്തായിട്ടാണ് വരുന്നത്? ആദ്യത്തെ റെസ്യൂം വെർബായിട്ടാണ് വരുന്നത്. രണ്ടാമത്തത് പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂമെ, അതെന്താണ് വരുന്നത്? അത് നൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആൻസർ ഏതാണ് വരുന്നത്? നൺ ഓഫ് ദീസ് ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൺ എ ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ എന്ന് തന്നിട്ടുണ്ട്. യെസ്റ്റർഡേ എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടിയിട്ടുള്ളതെന്ന് നമുക്ക് യെസ്റ്റർഡേ കാണുമ്പോൾ മനസ്സിലാവും. ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്, അതുകൊണ്ട് വേറാണ് ആൻസറായിട്ട് വരുന്നത്. ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. ഏതാ വരുന്നത്? ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക്. ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. ഇക്വാനിമിറ്റി മീൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വാനിമിറ്റിയുടെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വാനിമിറ്റിയുടെ മീനിങ് എന്താണ്? ഇക്വാനിമിറ്റി മീൻസ് കാംനെസ്. ഇക്വാനിമിറ്റി മീൻസ് എന്താണ്? കാംനെസ്. ജോൺ വാസ് എക്സ്കൾപ്പേറ്റഡ് ആഫ്റ്റർ എ തറോ ഇൻവെസ്റ്റിഗേഷൻ. എക്സ്കൾപ്പേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. എക്സ്കൾപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക. ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്കൾപ്പേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതൊക്കെയാണ് വരുന്നത്? അക്യൂസ്, കണ്ടം, കോൺഷ്യൂർ. അക്യൂസ്, കണ്ടം, കോൺഷ്യൂർ, ഇതാണ് വരേണ്ടത്. ഇതൊന്നും ഈ തന്നിരിക്കുന്നതൊന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ല, അതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതൊക്കെയാണ്? അക്യൂസ്, കണ്ടം, കോൺഷ്യൂർ. ഇതാണ് എക്സ്കൾപ്പേറ്റിൻ്റെ ഓപ്പോസിറ്റ്. എക്സ്കൾപ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക. എക്സ്കൾപ്പേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? അക്യൂസ്, കണ്ടം, കോൺഷ്യൂർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വെർ പുൾഡ് ഡാഷ് ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദ ഒളിമ്പിക്സ്. ഡിമോളിഷ്, നശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന എന്താണ്? പുൾ ഡൗൺ. നശിപ്പിക്കുക, ഡിമോളിഷ് എന്ന അർത്ഥത്തിൽ വരുന്ന ഏതാണ്? പുൾ ഡൗൺ ആണ് വരുന്നത്. ഡിമോളിഷ്, നശിപ്പിക്കുക. പുൾ ഡൗൺ എന്താണ്? പുൾ ഡൗൺ, ഡിമോളിഷ്, നശിപ്പിക്കുക, ഡിമോളിഷ്. ഡിസ്ട്രോയ്, അനിഹിലേറ്റ്, ഡിമോളിഷ്. പിന്നെ പുൾ ഡൗണിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? ഡിസ്ട്രോയ്, ഡിമോളിഷ്, അനിഹിലേറ്റ്. ടൈഗർ, ടൈഗ്രസ്. ഡ്രേക്ക്, ഡക്ക്. റാം എന്താണ് വരുന്നത്? ഈവ്. റാം, ഈവ്. സെലക്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്സ് ഫ്രം ദി ഫോളോയിങ്. ഇക്വിലിബ്രിയം, സാക്രിലേജിയസ്. അത് രണ്ടും കറക്റ്റായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നെയ്തറാണ് ആൻസറായിട്ട് വരുന്നത്. രണ്ടും കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഹീ ഈസ് എ മാൻ ഹൂ ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. ഹീ ഈസ് എ മാൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. ക്രെഡുലസ് എന്നാണ് ആൻസർ വരേണ്ടത്. ക്രെഡുലസ്. ക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവബിൾ, വിശ്വസിക്കത്തക്ക. ക്രെഡിബിൾ എന്ന് വെച്ചാൽ എന്താണ്? ബിലീവബിൾ, വിശ്വസിക്കത്തക്ക. ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ് എഫക്റ്റ് ഓഫ് ദി ഡിസീസ് ഡാഷ് മൈൽഡർ ഓൺ ഹിം. ഇതിൻ്റെ ആൻസർ വരുന്നത് വുഡ് ഹാവ് ബീൻ. Had he been inoculated, effect of the disease would have been milder on him. അടുത്ത ക്വസ്റ്റ്യൻ 81. Our students have just had their dinner. Identify the wrong part. Our students
ഹാവ് ജസ്റ്റ് ഹാഡ് ദർ ഡിന്നർ. എങ്ങനെയാണ് വരുന്നത്? ഇന്നത്തെ റോങ് പാർട്ട് ഏതാണ്? 81ൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഇത് ഒരു കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഹീ സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. സ്കേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കേഴ്സ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. സ്കേഴ്സ്ലി നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് ടാഗിൽ എന്തായിരിക്കും? നോട്ട് ഉണ്ടാവില്ല. ഈ സ്കേഴ്സ്ലി അഡ്മിറ്റഡ് എന്ന് പറയുമ്പോൾ ഏത് വരും? ഹാസ് ഹീ എന്നാണ് വരുന്നത്. ഹി സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഏത് വരും? ഹാസ് ഹി. ജോൺ ഡാഷ് ഡൗൺ ഓൺ ദി ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. ഇതിലേതാ വരുന്നത്? കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ലേ, LAY. LIE എന്താ? ലൈ, കള്ളം പറയുക. ലൈഡ് കള്ളം പറയുക. LAID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക, വെക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. കിടന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ലേ, ലേ. ഇത് കള്ളം പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് വരുന്നത്, ലൈഡ്. LAID വരുന്നത് വെക്കുക, ഇടുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെലൻ ഈസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത്. മീൻസ് ഹെലൻ ഈസ് വെരി സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓണസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഹെലൻ ഈസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത് മീൻസ് ഹെലൻ ഈസ് വെരി ഓണസ്റ്റ്. ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് പ്യുവർ. പ്യുവറിൻ്റെ അഡ്ജക്റ്റീവ് ഏതാണ്? ഇംപ്യുവർ. ജോൺ became the de facto ruler of England. De facto means യഥാർത്ഥത്തിലുള്ള എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ആക്ച്വൽ. De facto ruler means actual ruler of England. This medicine was prescribed 2 years ago. Prescribed എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരോധിച്ചു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. prescribed. അപ്പോൾ ഏതായിരിക്കും പറയുന്നത്? forbidden. prescribed, forbidden, prohibit. പ്രിസ്ക്രൈബിൻ്റെ വേറെ വേർഡ്സ് ഏതൊക്കെയാണ്? ഡിസലൗ, ഫോർബിഡ്, ഇൻ്റർഡിക്റ്റ്, നിക്സ്, പ്രൊഹിബിറ്റ്. നിക്സ് എന്ന് പറഞ്ഞാലും പ്രിസ്ക്രൈബ്ഡ് തന്നെയാണെന്ന് ഓർത്ത് വെച്ചാൽ നിക്സ്, NIX. ദിസ് മെഡിസിൻ വാസ് പ്രിസ്ക്രൈബ്ഡ് 2 years ago. ഏതാ വരുന്നത്? നിരോധിച്ചു എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഫോർബിഡൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദ ബിൽ വെൻ യു മേക്ക് പർച്ചേസ് ഇൻ ദി സൂപ്പർ മാർക്കറ്റ്. ഇൻസിസ്റ്റിന് ശേഷം എന്താണ് വരുന്നത്? ഇൻസിസ്റ്റിന് ശേഷം എന്താണ് വരുന്നത്? ഇൻസിസ്റ്റ് ഓൺ എന്നാണ് വരുന്നത്. ഇതിനകത്തില്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻസിസ്റ്റ് ഓൺ, സ്വിം എഗെയിൻസ്റ്റ്, കംപ്ലെയിൻ എഗെയിൻസ്റ്റ് എന്നൊക്കെ വരും. ഓൾ സ്കൂൾസ് ഡാഷ് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീഓപ്പണിംഗ്. സ്കൂളിനെ ഡിസിൻഫെക്റ്റ് ചെയ്തു. സ്കൂളിനെ അണുനശീകരണം ചെയ്യുന്ന കാര്യം പറയുന്നത് കൊണ്ട് സ്കൂൾസ് ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൾ സ്കൂൾസ് ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീഓപ്പണിംഗ്. 19th ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് സ്പീച്ച്. ഹെലൻ, വെൻ വിൽ യു അറൈവ് ഹിയർ ടുമോറോ? ജോൺ സെഡ്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെ വന്നത്? ജോൺ ആസ്ക്ഡ് ഹെലൻ വെൻ. ഇങ്ങനെ വരും, ഷീ വുഡ് അറൈവ്. വെൻ ഷീ വുഡ് അറൈവ് എങ്ങനെയായിരിക്കും വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് സെഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് WH. സബ്ജക്റ്റ് പ്ലസ് സെഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പിന്നെന്താ വരുന്നത്? WH ഫാമിലി വേർഡ് പ്ലസ് ഓക്സിലറി വേർഡ്. അങ്ങനെയാണ് വരുന്നത്. WH ഫാമിലി വേർഡ് പ്ലസ് ഓക്സിലറി വേർഡ്. അപ്പോൾ എന്താ? ജോൺ ആസ്ക്ഡ് ഹെലൻ വെൻ ഷീ വുഡ് അറൈവ് ദർ ദ നെക്സ്റ്റ് ഡേ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മെസ്സേജ് ബോക്സിലും കമൻറ്റായി കൊടുത്തേക്കാം. അതിൽ ഡെയിലി കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തൊഴിൽ വാർത്തയും
എല്ലാ ആഴ്ചത്തെയും തൊഴിൽ വാർത്തയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉപകാരപ്രദങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.